നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ് നമ്മുടെ ഇന്നത്തെ ചലഞ്ച് 24 hours ഇൻ സ്റ്റെയർ ചലഞ്ച് ആണ്. 24 മണിക്കൂറൊന്നും നമ്മൾ ഇരിക്കില്ല, ബട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യും. അപ്പോൾ ഈ കാണുന്ന സ്റ്റെയർ ആണ് കാണിച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ സ്റ്റെയറും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് വിശ്വസിക്കുന്നു. അത്യാവശ്യം വലിയൊരു സ്റ്റെയർ ആണ്. അപ്പോൾ നമ്മുടെ ഈ ചാലഞ്ചിൽ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ മാക്സിമം ഇരിക്കാനായിട്ട് ശ്രമിക്കും. നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, വാഷ്റൂം പോകാൻ പറ്റത്തില്ല, വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, കൊണ്ടുവന്ന് തന്നാ കുടിക്കാൻ, ഇല്ലെങ്കിൽ നമ്മൾ കുടിക്കാതെ പട്ടിണി ഇരുന്നിട്ടുള്ള ഒരു ചലഞ്ചും കൂടിയാണ്. പിന്നെ ഈ ചാലഞ്ചിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സ്റ്റെയറിൽ ഏകദേശം എത്ര പടിയുണ്ട്, ഒരു 12 പടി അടുപ്പിച്ചിട്ടുണ്ട്. ഈ 12 പടിയിൽ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റത്തില്ല കേട്ടോ. വെറും 6 പടിയിൽ മാത്രമേ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അത് ഓരോ സമയമാകുമ്പോൾ ചുരുങ്ങും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു അരമണിക്കൂർ എല്ലാത്തിലും നമുക്ക് ഇരിക്കാം, ബാക്കി അരമണിക്കൂർ അങ്ങനെ ചുരുങ്ങി നമ്മൾ ഫസ്റ്റ് ഒരു സ്റ്റെപ്പ് വരെ ആവും. അപ്പോൾ എത്രത്തോളം ടൈറ്റ് ആവും നമുക്ക് ചാലഞ്ച് എന്ന് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഗൈസ് നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. നീ എത്ര നേരം നിൽക്കും അറിയില്ല. ഓക്കെ, മാക്സിമം നിൽക്കാനായിട്ട് ശ്രമിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നേ, നോക്ക് പഴുത്തു, നല്ല ചൂട്. നമ്മളിപ്പോ ജസ്റ്റ് കയറിയതാട്ടോ ചെയർ എടുക്കാൻ വേണ്ടി, നമുക്ക് ട്രൈപോഡ് വെക്കാൻ വേണ്ടി ചെയർ എടുക്കാൻ വേണ്ടി കയറിയതാണ്. ഭയങ്കര ചൂട് ഗൈസ്, ഭയങ്കര വെയിൽ. നമ്മൾ ചലഞ്ചിലോട്ട് കയറാൻ വേണ്ടി പോകണത് ഫോണും പിന്നെ കുറച്ച് ഗാഡ്ജറ്റ്സ് അല്ല, ചെവി കുത്തുന്ന സാധനം, ഹെഡ്സെറ്റ്. അപ്പോൾ കയറാൻ വേണ്ടി പോകണം. ഐശ്വര്യമായിട്ട് ഞാൻ തന്നെ കയറട്ടെ. ചെരുപ്പ് ഞാൻ ഇവിടെ ഊരി വെക്കാം, ഇവിടെ വേണ്ട, കുറച്ച് മേലെ വെക്കാം. ഞാൻ ഐശ്വര്യമായിട്ട് കയറട്ടെ. ഇനി ഞാനും കയറാൻ പോവാണ്. ഞാൻ പിടിക്കാം. അമ്മേ പിടിച്ചോ കയറിക്കോ. കാല്. ഓക്കെ. ഇനി വരുന്ന 24 മണിക്കൂറും 24 മണിക്കൂർ പറഞ്ഞാൽ നമ്മളൊരു ടൈം വെച്ചതാണ്. അതിന് മുന്നേ എന്തായാലും ക്വിറ്റ് ചെയ്യും. കാരണം വെയില്, ഭയങ്കര വെയില്, നല്ല വെയിലാണ്. ഇവിടെയൊക്കെ ചുട്ടുക്കണ്ടോ വെയില. ഇവിടെ നോക്കിയ ഒരു ഹാഫാണ്, ഇവിടെ മാത്രമേ നമുക്ക് ഓവർ ഹീറ്റ് ആയ ഓഫ് ആവാനാണ് ചാൻസ്. സിഗ്നൽ വരും, മറ്റേ ടെമ്പറേച്ചർ അധികമാണ്. അപ്പോ എന്തായാലും അവിടെ ട്രൈപോഡൊക്കെ സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ചന്ദ്രമ്മ നമുക്ക് മാങ്ങയൊക്കെ കൊണ്ടു തന്നു. ഞാൻ നിലത്തല്ലാട്ടോ ഇരിക്കുന്നത്, ഞാൻ ഇവിടെ ഈ ഒരു പടിയിലാണ് ഇരിക്കുന്നത് ഇവിടുത്തെ. അപ്പോൾ മാങ്ങ ഇവിടെ കാണിക്കി, നല്ല അടിപൊളി മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം എത്രയാടാ, സമയം കാണിച്ചോളൂ ഫോണിൽ. ഇപ്പോൾ 10 മിനിറ്റ് ആവുന്നേ ഉള്ളൂ കേട്ടോ നമ്മൾ കയറിയിട്ട്. 11:43. ഇപ്പം മേലെ 11:43. നമ്മൾ 11:30 കയറിയത്. ഇപ്പം കയറിയിട്ട് 13 മിനിറ്റ് ആയിട്ടുണ്ട്. ശരിക്കും ഇപ്പം തന്നെ ഞാൻ വേർത്ത്. ഞാൻ അത്ര നേരം മേലെ ആയിരുന്നു ഇരുന്നത്, കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ മേലത്തെ സ്റ്റേഴ്സിലാണ് ഇരുന്നത്. അപ്പോൾ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ, ഇനിയാ നമുക്ക് ചീട്ട് കളിക്കാം. ഗൈസ്, ചീട്ട് ചന്ദ്രമ്മ ചീട്ട് മാത്രം ഒന്ന് എടുത്ത് വേണം കഴിഞ്ഞിട്ട് നമുക്ക് ചീട്ട് കളിക്കാം ഗൈസ്. അപ്പോൾ കുറച്ച് സമയം അങ്ങനെ പോയി കിട്ടും. വരുമ്പോഴത്തേക്ക് വെള്ളം കൊണ്ടുവരണേ. വെള്ളം ഗൈസ് ഇതൊന്നും ശരിയല്ല കേട്ടോ, വെള്ളം ഒന്നും കുടിക്കാൻ പാടില്ല. ചലഞ്ച് അയ്യോ പഴുത്ത മാങ്ങ. ഞാൻ ഇവൻ ഇറങ്ങിയിട്ടാ ഞാൻ ഇറങ്ങുള്ളൂ, ഉറപ്പാണ്. ഇനി 3 മണിയല്ല, 4 മണിയല്ല, 5 മണിയല്ല, 6 മണിയായാലും 5 മണി വരെ ഞാൻ സുഖമായിരിക്കും. 5 മണി കഴിഞ്ഞാൽ എന്താണ് അച്ഛൻ വരും. വരുമ്പത്തിന് വെള്ളം മറക്കണ്ട ഗൈസ്. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം. ഇപ്പോഴും മരിച്ചു തന്നെയാ. ഗൈസ് ഇപ്പോൾ സമയം 1 മണിയായി സുഹൃത്തുക്കളെ. സീരിയസ്ലി ഭയങ്കര ടയേർഡാണ് ഇതേ സമയം കാണിച്ചത്. 1 മണിയാവാൻ 1 മിനിറ്റ് മാത്രം. നമ്മൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അനിയൻ്റെ അവിടെ റീൽസൊക്കെ നോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാ ഒന്നൊരു ഹായ് കാണിക്കും. അവനവിടെ വീഡിയോ ഒക്കെ കാണിക്കാൻ ഒരു ഹായ് കാണിച്ചോ. ഹായ്. കാണില്ലേ, കുറച്ച് പുറകേക്ക്.
ഓക്കെ, അപ്പോൾ റീൽസും കാര്യങ്ങളൊക്കെ ഞോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മുടെ ചാലഞ്ച് ഭയങ്കര ചാലഞ്ചിങ് ആണ് അല്ലേ? ഇത്രയും നേരം ഞാനിവിടെ ഇരുന്നു, അവനവിടെ കിടന്നു, അങ്ങനെയൊക്കെയാണ് നമ്മൾ ചാലഞ്ച് നീക്കിയത്. സീരിയസ്ലി നമ്മൾ കുറേ നേരം മൊബൈൽ നോക്കുമ്പോൾ ഫോൺ ചൂടാവുകയാണ്, പിന്നെ നമുക്ക് കണ്ണും വേനിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അധികം നേരം ഒന്നും നോക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പം ഫോണിൻ്റെ ഹീറ്റ് നോക്കുക, പഴുത്തു. അതുകൊണ്ട് ഭയങ്കര ഒരു ഇതിലിരിക്കുകയാണ് ഇപ്പം. അപ്പോൾ ഇത്രയും എഫർട്ട് ചെയ്യുന്ന വീഡിയോക്ക് ഒരു ലൈക്ക്, നിങ്ങൾ എന്തായാലും ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യാം കേട്ടോ. ഞാൻ മിക്കവാറും ഇറങ്ങാൻ സാധ്യതയുണ്ട്, കാരണം എനിക്ക് ഒട്ടും കംഫേർട്ടില്ല ഇവിടെ. ഒന്നാമത് നിങ്ങൾക്ക് അറിയാം, ചൊറിയുന്നു. ഞാൻ ടാങ്കിൽ നിന്ന് ഇത്തിരി മുഖമൊന്ന് കഴുകാം, അപ്പോൾ ഇത്തിരി ഫ്രഷ് ആവും. വെള്ളം വെച്ചിട്ട് ഇത്തിരി മുഖവും കഴുകാം. ഇപ്പോൾ സമയം 1 മണിയായി. ഫോൺ ഓഫ് ചെയ്ത് വെക്കട്ടെ. ഞാൻ ഫുഡ് കഴിക്കാൻ ടൈമായിട്ടുണ്ട്, പക്ഷെ നമ്മളിപ്പോൾ ഇറങ്ങത്തില്ല. നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റത്തുമില്ല. ചന്ദ്രമ്മക്ക് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം. നമ്മൾ താഴെ ആയിരുന്നു, അപ്പോൾ ഇത്തിരിയും കൂടെ ഫുഡിനൊക്കെ കംഫർട്ടായിരുന്നു. പക്ഷേ നമുക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ കംഫർട്ട് ടെറസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇനിയിപ്പോൾ ഞാൻ കിടക്കും, അവൻ ഇരിക്കുകയും ചെയ്യാം. അങ്ങനെ നമുക്ക് കുറച്ച് ടൈമും കൂടെ കൊണ്ടുപോകാം. മാക്സിമം 2-3 പേർക്ക് കിടക്കാട്ടോ, സുഖമായി കിടക്കാം. അല്ല, അവൻ ഇത്ര നേരം കിടന്നില്ല, അപ്പൊ അവൻ കുറച്ച് ഇരി ഇരിക്കട്ടെ. അപ്പൊ ഇത്തിരി സുഖമായിട്ട് ഇരിക്കാതെ. ദേഹം മൊത്തം പൊടിയാവും. അപ്പൊ ഞാൻ അത്ര നേരം ഇരുന്നു. ഞാൻ വേണമെങ്കിൽ ഇരുന്നോട്ടെ, ഞാൻ കുറച്ച് നേരം കിടക്കാൻ വേണ്ടി പോണേ. സീരിയസ്ലി വയ്യ. ഒന്നാമത് എനിക്ക് ഇന്ന് വയ്യ കേസ്, എനിക്ക് തീരെ വയ്യ. ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ ടയേർഡായിട്ടാണ് വന്നത്. ഞാൻ കുളിച്ചിട്ടാണ് ഈ കാണുന്ന മണ്ണില്. വെള്ളമില്ല. ഓക്കെ, അപ്പം ഇനി കുറച്ച് നേരം ഞാൻ കിടന്നൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരാമല്ലോ. ഇനി എപ്പോഴും പഠിച്ചോ, ഫ്രഷ് ആവട്ടെ. ഞാൻ ഒന്ന് ഫ്രഷ് ആവട്ടെ പറഞ്ഞാൽ കിടന്ന് ഉറങ്ങാനാണ്. ഇവിടെ ഇനി ഫ്രഷ് ആവാനായിട്ട് വാഷ് ബേസിനൊന്നും ഇല്ല, മോൻ കഴിക്കാം. ഗൈസ്, ഇപ്പൊ സമയം ആവാറായിട്ടുണ്ട്. നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. 1:40 തന്നെയാണ് ടൈം. 1:41. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. 1:41 കണ്ട സമയം കണ്ടോ? 1:41. നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഒരുപാട് ട്രൈ ചെയ്തു, കാരണം നമുക്ക് ബേസിക് ആയിട്ടുള്ള നീഡ് ഫുഡും വെള്ളമാണ്. ഇതിൽ നമുക്ക് വെള്ളം കിട്ടി, ഫുഡ് കിട്ടിയില്ല. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു നീഡ് എന്ന് പറഞ്ഞാൽ ഫുഡാണ്. നമുക്ക് ഫുഡില്ലാതെ ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് കൂടിപ്പോയാൽ ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് 4 മണി 5 മണി വരെയൊക്കെ ചെയ്യാം. നമുക്ക് കംഫർട്ടാണ്, ഇവിടെ ഇരിക്കാനും കിടക്കാനൊക്കെ കംഫർട്ടാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ഫോണിലൊന്നും ചാർജ് ഇല്ല. നമ്മൾ നമ്മൾ അത്ര എഫേർട്ട് എടുത്ത് നമ്മൾ ചെയ്തിട്ട് വീഡിയോ ഇടാൻ പറ്റാതിരിക്കുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമുക്ക് ഒന്നാമത് ഇപ്പം തന്നെ ടയേർഡായി തുടങ്ങി. എനിക്കും തലയൊക്കെ കറങ്ങണ പോലെയൊക്കെ ഫീൽ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ അപ്സ്റ്റേഴ്സിലാണ് നിൽക്കുന്നത്. അപ്പോൾ എങ്ങാനും എന്തെങ്കിലും അബദ്ധം പറ്റി നിലത്ത് വീണാൽ നമ്മുടെ ഫാമിലിക്കാണ് നഷ്ടം. അപ്പോൾ 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ പിടിച്ച് നിൽക്കുക പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. ഇനിയും ഇതുപോലത്തെ അടിപൊളി ചലഞ്ചൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇറങ്ങാമല്ലേ? നാളെ ഒരു കിടുക്കാച്ചി ചലഞ്ച് വരുന്നുണ്ട്. പിന്നെ 24 മണിക്കൂറൊക്കെ സർവൈവ് ചെയ്യുന്നവരെ ശരിക്കും നമ്മൾ സമ്മതിക്കണം കേട്ടോ. ഹാറ്റ്സ് ഓഫ്. അവരെന്തായാലും നമ്മൾ സമ്മതിക്കണം. ചന്ദ്രമ്മ ഈ കാർഡ് മാത്രം പിടിച്ചോ. ചെരുപ്പ് ഞാൻ എടുക്കാം. ഫോണൊക്കെ ഉണ്ടോ? ഞാൻ പിടിക്കാം, കുഴപ്പമില്ല. ഗൈസ്, അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ശരിക്കും നമ്മൾ 2 പേരും ഇതിന്റെ വിന്നേഴ്സ് ആണ്. നോക്കട്ടെ. നമ്മൾ ഇറങ്ങി ചാലഞ്ച് ഫിനിഷായി. വളരെ സന്തോഷം. നമ്മൾ 2 പേര് ആദ്യത്തെ ചാലഞ്ച് ആയിട്ടാണല്ലേ നമ്മൾ 2 പേരും ജയിക്കുന്ന ആദ്യമായിട്ടോ. നമുക്ക് പറ്റില്ല, ഒന്നാമത് പറ്റും, പക്ഷെ കറക്റ്റ് സമയത്ത് ഫുഡും വാട്ടറൊക്കെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇറങ്ങി താഴെ തന്നെ. ഓക്കെ ഗൈസ്, നമുക്ക് ഇറങ്ങാം. ഒരു മ്യൂസിക് കിട്ടോ. ചലഞ്ചൊക്കെ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഞാനും അനിയനും ഇറങ്ങി. ഇപ്പൊ സമയം 2 മണി ആവാറായി. ഇപ്പൊ 1:50 ആയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തൊരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് ഒരു ലൈക്കും സബ്സ്ക്രൈബും എല്ലാവരും ചെയ്യാം. നാളെ അടിപൊളി ഒരു ചലഞ്ച് വരുന്നുണ്ട്. ഇതേ കണക്കൊരു കിടക്കാച്ചി ചലഞ്ച് വരുന്നുണ്ട് സുഹൃത്തുക്കളെ. സോ ഹോപ്പ് ഗൈസ് നിങ്ങളാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. അപ്പം ഇനി ഇതുള്ള വെറൈറ്റി വീഡിയോ കാണുന്നവരെ ബൈ.